സൂര്യ, നമ്മുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ കംപ്ലീറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആദിലെ നൂറയുടെ ഇഷ്യൂ. ആദിലെ നൂറ ആരാന്ന് നമുക്ക് പറയാണ്ട് തന്നെ അറിയാം. ഇപ്പോൾ ബിഗ് ബോസിലാണെങ്കിലും മുന്നേ തന്നെ ഒരു വർഷങ്ങൾക്ക് മുൻപേ തന്നെ ന്യൂസുകളിലൂടെയൊക്കെ അറിയപ്പെട്ടവരാണ്. പ്രണയത്തിന് വേണ്ടിയിട്ട് എന്താ പറയാ, ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അതെ, അവരുടെ പ്രണയത്തിന് വേണ്ടി അവർ കഷ്ടപ്പെട്ടു. വീട്ടുകാരെ വീട്ടുകാർക്കെതിരെ നിൽക്കേണ്ടി വന്നു. അവരുടെ പ്രണയത്തിന് എതിരായിട്ട് വീട്ടുകാർ നിന്നപ്പോ അങ്ങനെ വളരെ വൈറലായിട്ടുള്ള രണ്ട് കപ്പിൾസ് ആണ്. അതെ, ഈ ഇടയ്ക്ക് മലബാർ ഗോൾഡിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ആളുടെ വീട്ടില്, ഫൈസലിന്റെ വീട്ടില് അവരുടെ ഹൗസ് വാമിങ്ങിന് ഇവർ രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു പോയ സമയത്ത് ഉണ്ടായിരുന്ന ഇഷ്യൂസും കാര്യങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ആള് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, ഞാനത് പറയാം. എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തു. എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല. പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി. അങ്ങനെയൊക്കെയാണ് ആളവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അടിയിൽ കുറെ കമന്റ്സും കാര്യങ്ങളും വന്നതോടുകൂടെ ആ പോസ്റ്റും ആള് ഡിലീറ്റ് ആക്കി. ഇതിനെ പറ്റിയിട്ട് സൂര്യക്ക് എന്താണ് തോന്നുന്നത്? എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ, ഇപ്പൊ ആദിലെ നൂറയും വന്നത് ആൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. മലബാറിന്റെ എന്താ പറയാ, ഇപ്പൊ ഫൈസല് പോലുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ആൾക്ക് അത്രയ്ക്കും ബന്ധങ്ങളുണ്ട്. ഒരുപാട് വലിയ വലിയ ആൾക്കാര് ലോകത്തിന്റെ എവിടെ വേണമെങ്കിലും ആൾക്കാർ വരാം, നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൽ ആദിലയും നൂറയും എങ്ങനെ എത്തി എന്നുള്ളത് ആളുടെ PA വഴിയാണ് കോള് വന്നതും, അങ്ങനെയാണ് ആദില നൂറ അവിടെ എത്തുന്നത്. പക്ഷെ എന്നിരുന്നാലും അവരാരായിരുന്നാലും അവര് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ആർക്കും സപ്പോർട്ട് ചെയ്യോ സപ്പോർട്ട് ചെയ്യാതിരിക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം ആദില നൂറയുടെ വിഷയത്തില്. പക്ഷെ ഒരു മനുഷ്യത്വം എന്നുള്ള ഒരു സാധനമുണ്ട്. ഇങ്ങനെ 2 വ്യക്തികൾ നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത്. 2 പേര് വന്നു, നമ്മളറിയാതെ 2 പേര് വന്ന് ഫുഡ് കഴിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് അത് അവര് സമൂഹത്തിലിട്ട് നാണം കെടുത്താന്ന് പറഞ്ഞാൽ ഒരു മോശം കാര്യമല്ലേ? അതെ, അവര് വരുകയും ചെയ്തു, ഫുഡും കഴിച്ചു. അത് അവിടെ കഴിഞ്ഞു. കാരണം ആൾക്കത് ചിലപ്പോ ആള് ഫോഴ്സ്ഫുള്ളി ചിലപ്പോ പറഞ്ഞതായിരിക്കാം ചിലപ്പോ. പക്ഷെ എന്നാലും ആൾക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ ആളുടെ അടുത്തേക്ക് ഇങ്ങനെ കുറെ ആൾക്കാർ വന്നു പറഞ്ഞു, ഇങ്ങനെ ചെയ്തത് മോശമായിപ്പോയി, അങ്ങനെ രീതിയിലൊക്കെ പറഞ്ഞതിന്റെ രീതിയിലാണ് ബേസിലാണ് ആള് ഈ ഒരു പോസ്റ്റ് ഇട്ടത്. പക്ഷെ ആൾക്ക് അവിടെ സൈലന്റ് ആയിട്ട് ഇരുന്നാൽ മതിയായിരുന്നു. ആരും ഒന്നും അറിയില്ലായിരുന്നു, കഴിച്ചിട്ട് അങ്ങ് പോയേനെ. ആ ഒരു പോസ്റ്റ് ഇട്ടതാണ്, ഒരു പബ്ലിക് ഒരു പോസ്റ്റ് ഇട്ടതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായത്. കാരണം 2 വ്യക്തികൾ വന്നു. അതിപ്പോ ആദില നൂറ അല്ല, വേറെ ആര് എവിടെ നിന്നാണെങ്കിലും ഇപ്പൊ പുറത്തുനിന്നൊരു ഭിക്ഷക്കാർ വന്ന് കഴിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് കഴിച്ചതിന്റെ ഫുഡിനെ കുറ്റം പറയുന്ന പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ? അതെ, ഉറപ്പായിട്ടും. അതെ, ഇത് അതേപോലെ സദാചാര മൂല്യങ്ങൾക്ക് ഈ വാക്കുകളൊക്കെ സത്യം പറഞ്ഞ എനിക്ക് എതിർപ്പുള്ള കാര്യമാണ് ഈ പുള്ളി പറയും. പക്ഷെ ആളുടെ അഭിപ്രായമായിരിക്കാം. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ എന്തിനിവിടെ അത് പറയേണ്ട ആവശ്യം? ഈ പുള്ളിക്കാരൻ പറയുന്ന പോലെയാണ്. അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കളെ എതിർത്ത് എത്രയോ ആണും പെണ്ണും വിവാഹം കഴിക്കുന്നു. അപ്പൊ അതൊന്നും പ്രശ്നമല്ല. അങ്ങനെ 2 പേരാണ് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ല. അപ്പൊ സമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങൾക്ക് വില കൊടുക്കുക എന്നുള്ളതാണ് കറക്റ്റ്. സദാചാരം തന്നെയാണ്. അതെ, ആൾക്ക് മേ ബി ഇതിന് അഗെയിൻസ്റ്റ് ആയിരിക്കാം. പക്ഷെ അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കും. മേ ബി എനിക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലായിരിക്കാം, ഇതിനോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ ഞാൻ എന്റേതായ രീതിയിൽ അതിനെ എതിർക്കുന്നുണ്ടാവും. പക്ഷെ ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്റെ വീട്ടിൽ ഒരാൾ വന്ന് ഫുഡും കഴിച്ച് പോയിട്ട് ഞാൻ അതിനെപ്പറ്റി കുറ്റം പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഞാൻ ഇതിന് അഗെയിൻസ്റ്റ് ആയിരിക്കും. നമ്മൾക്ക് അഗെയിൻസ്റ്റ് നിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് എന്തുകൊണ്ടും ചെയ്യാം. പക്ഷെ എഗൻസ്റ്റ് നിൽക്കാന്ന് പറയുമ്പോൾ അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അത് അവരെങ്ങനെ ജീവിക്കേണ്ടത് അവരുടെ കാര്യമാണ്, അവരുടെ ലൈഫ്. സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യട്ടെ. സപ്പോർട്ട് നമുക്ക് ഇതിൽ 2 കാര്യങ്ങളെ ചെയ്യാനുള്ളൂ സത്യം പറഞ്ഞാൽ. ഒന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ലെറ്റ് ദം ലീവ് അവരുടെ ലൈഫ്, അവരുടെ കാര്യങ്ങൾ. നമ്മള്
നമ്മുടെ ലൈഫ് നോക്കി ജീവിക്കുക, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെ. അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, അവരെ എന്താ പറയുക പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള നിങ്ങൾ ഇങ്ങനെ ജീവിക്കാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് എന്താ റൈറ്റ്? അതെ, അതുപോലെ തന്നെ നേരത്തെയും ഇതുപോലെ അവർക്കെതിരെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ വെച്ച് തന്നെ ലക്ഷ്മിയും ഇതുപോലെ തന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തവരാണ് എന്നുള്ള രീതിയിലും നേരത്തെയും ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നും അതിനോട് കുറെ പേര് പ്രതികരിച്ചും വന്നിട്ടുണ്ടായിരുന്നു, കുറെ പേര് അതിനെ അനുകൂലിച്ചും നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ബേസിക്കലി ഇത് പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ വന്നപ്പോ തന്നെ ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ്. അങ്ങനെ ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തവരായിട്ട് അവരെന്തെങ്കിലും ക്രിമിനൽസ് ആണോ? ഒരിക്കലല്ല. അവര് ഒരുമിച്ച് ജീവിക്കുന്നു, അവര് ജോലി ചെയ്ത് ജീവിക്കുന്നു എന്നുള്ളതാണ്. വർക്ക് ചെയ്യുന്നു, അവർ IT ഫേമിൽ വർക്ക് ചെയ്യുന്നു, അവർ ഏൺ ചെയ്യുന്നു, എഡ്യൂക്കേറ്റഡ് ആണ് അവര്. ആരുടെയും ചെലവിന് നിൽക്കുന്നവരല്ല. അല്ല. അപ്പൊ അവര് എന്താണ് അവർക്ക് കുറവ് അവിടെ? വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറയാനുള്ള കുറവ് എന്താ അവർക്ക് അവിടെ? ഈ പറയുന്നവരെക്കാളും വെൽ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കുന്നവരാണ് ഈ രണ്ട് പെൺകുട്ടികൾ. അതിന്റെ അസൂയാണോ? അതെ, അവര് അവരുടേതായ രീതിയിൽ അവരുടെ ഫ്ലാറ്റ് എടുത്ത് അവര് താമസിക്കുന്നു, അവര് ജോലിക്ക് പോകുന്നു, അവരുടേതായ ലൈഫ് അവര് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവരെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ അവർ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ഓഫ് കോഴ്സ് പാരന്റ്സ് ഇല്ലാത്തതിന്റെ വിഷമം ഉണ്ടായിരിക്കും അവർക്ക്, ഉണ്ട്. പക്ഷെ അതിന്റെ സൈഡ് എന്താണെന്നും നമുക്കറിയില്ല. ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ്, ശരി പറയാൻ പറ്റില്ലല്ലോ. അതാ പറഞ്ഞ ആരുടെ ഭാഗത്ത് എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നോർമലി പാരന്റ്സ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആണും പെണ്ണും വീട്ടുകാരെ എതിർത്ത് കല്യാണം കഴിക്കുന്നു, അവിടെ ആരുടെ ഭാഗത്താ ശരി, ആരുടെ ഭാഗത്താ ശരി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പാരന്റ്സിന്റേതായ ചിന്ത, ഈ സ്നേഹിക്കുന്നവർക്ക് അവരുടേതായ ചിന്ത. അതുപോലെ തന്നെ ഇത് പിന്നെ ഈ പറഞ്ഞ സദാചാര മൂല്യങ്ങൾക്ക് എതിരാണല്ലോ. അതെ, സമൂഹത്തിനും എതിരായിട്ടുള്ള, അതുപോലെ തന്നെ കൊച്ചുകുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള എന്തൊക്കെയാണ് മാറ്റങ്ങളും കാര്യങ്ങളും. അപ്പോ എന്തായാലും പാരന്റ്സിന് അത് എക്സിറ്റ് ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ട് അവർക്ക് അവരുടേതായ ശരി. പക്ഷെ ഇവർക്ക് ഒരിക്കലും ഒരു പുരുഷനെ വിവാഹം ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പുരുഷന്റെ ജീവിതവും അവിടെ നശിക്കുകയാണ്, വീട്ടുകാർക്ക് വേണ്ടി അവരത് ചെയ്തിരുന്നെങ്കിൽ, അല്ലെ? അതുകൊണ്ട് നമുക്ക് ആരുടെ ഭാഗത്തുനിന്ന് ശരിയെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ സ്വന്തം മക്കളെ ആരും അല്ലാത്ത പോലെ മാറ്റി നിർത്തുന്നു, അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് അവരുടെ വീട്ടുകാരുടെ മാത്രം ഇതല്ലേ. കാരണം എന്താ വെച്ചാൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. പല വീട്ടുകാർക്കും അവര് പഴയ ആൾക്കാരാണ്, അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലവര് മേ ബി ഞാൻ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തെന്ന് വരില്ലായിരിക്കും, ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് വരുമായിരിക്കും. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് എന്താ പറയാ പ്രോസസ് ചെയ്തെടുക്കാൻ ടൈം എടുക്കും. എന്റെ മക്കളെ ഞാൻ ഒരിക്കലും മാറ്റി നിർത്തില്ല. അത് സൂര്യയുടെ കൺസെപ്റ്റ് അതുപോലെ ആയിരിക്കും. സപ്പോർട്ട് ചെയ്യുന്ന ആള് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞാൻ എന്റെ മക്കളല്ലേ. അത് സൂര്യയുടെ കൺസെപ്റ്റ്. മേ ബി അവരൊരു അമ്മയാണ്, ഒരു അച്ഛനാണ്, അവർക്ക് അമ്മയാണ് അച്ഛനാണ്. ചിലപ്പോ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പഴയ തലമുറയാണ് അവര്. അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് എല്ലാവർക്കും അവരുടേതായ പഴയ തലമുറ അവർക്ക് അത് അക്സെപ്റ്റ്, ചിലപ്പോ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അത് അവരെ പറഞ്ഞിട്ടും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവര് പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതിയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ ജനറേഷനെ പോലെ നമുക്ക് പറഞ്ഞുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല. അവര് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ വേണ്ട, പോട്ടെ. നാദറയുടെ ഫാമിലി വന്നതുപോലെ അതെ, ഇവർക്കും മേ ബി ഫ്യൂച്ചറിൽ ഉണ്ടാവാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് കുറ്റം പറഞ്ഞുകൊണ്ട് ഇറക്കുന്നുണ്ടാവും. അവരുടെ കുറ്റം പറയുന്നതല്ല, അവർക്ക് അവരുടെ ഞാൻ അതല്ല, കുറെ പേര് കുറ്റവും പറയുന്നുണ്ട്, എല്ലാ രീതിയിലും പറയുന്നുണ്ട്. അവരനുഭവിച്ച മാനസികാവസ്ഥ എന്താണ്? പെട്ടെന്ന് സ്വന്തം മക്കള് ഒരു മോള് ഒരു പെൺകുട്ടിയുടെ കൂടെ ഇറങ്ങി പോകുന്നു, അവരുടെ ഒപ്പം ജീവിക്കുന്നു. അപ്പോഴൊന്നും ഇവർക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പെട്ടെന്ന് വന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, അവരെ കുറ്റം പറയുന്നതല്ല. എന്നിരുന്നാലും മാറണം, സ്വന്തം മക്കളല്ലേ എന്നാണ് ഉദ്ദേശിച്ചത്. പതുക്കെ ആയാലും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. നാദറയുടെ ഫാമിലിക്ക് ഉണ്ടായതുപോലെ ഒരു മാറ്റം ഉണ്ടാവട്ടെ. നാദറയ്ക്ക് ഫാമിലിയെ തിരിച്ചു കിട്ടിയതുപോലെ അവർക്കും കിട്ടട്ടെ, അല്ലേ? അതെ, നമുക്ക് അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. അപ്പൊ ഈ ഇഷ്യൂല് ഇങ്ങനെയാണ്. എന്തായാലും ആള് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു ആള്. അതും നല്ല കാര്യം. തെറ്റ് മനസ്സിലാക്കുന്നതും നല്ലൊരു കാര്യമാണ്. ഒരു അപ്പോളജീസ് കൂടെ ചെയ്താൽ അതെ, ഇപ്പൊ പോസ്റ്റ് ഇട്ട പോലെ തന്നെ വേണമെങ്കിൽ ഒരു സോറിയും പറയാം. എന്തൊക്കെ ആയാലും വ്യക്തിഹത്യ നല്ലതല്ല. അതെ, നമ്മുടെ വീട്ടിൽ വന്നതാണ്, നമ്മൾ ക്ഷണിച്ചിട്ട് വന്ന രണ്ട് വ്യക്തികള്. അവരെ അങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ നാണം കെടുത്തേണ്ട ഒരു ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. അത്
അപ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താന്നും കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാവരും മനുഷ്യരായിട്ട് കാണുക, എപ്പോഴും പറയാറുള്ളത് ഹ്യൂമൻ ബീങ്സ്. അവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ടാവും. നമ്മളെതിരായിരിക്കും ഈ ഒരു കാര്യത്തിന്. പക്ഷെ നമ്മൾ ക്ഷണിച്ചിട്ട് നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികള്, നമ്മുടെ ഇത് തന്നെ നമ്മൾ പറയുന്നത് തന്നെ അതിഥി ദേവോ ഭവ എന്നാണ്. നമ്മുടെ കൺസെപ്റ്റ് തന്നെ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാര്, നമ്മൾ ക്ഷണിച്ചിട്ട് നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാര് നമ്മൾ ഇതുപോലെ വ്യക്തിഹത്യ ചെയ്യാതിരിക്കുക. ഇഷ്ടമല്ലെങ്കിൽ മാറ്റി നിർത്താം. നിങ്ങള് പോവണ്ട, ഒന്നിനും വിളിക്കാതിരിക്കുക. അതെ, വിളിക്കാതിരിക്കുക. അത്രേ ഉള്ളൂ. താങ്ക് യു.